തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയാണ് രാജ്യം. കളമൊരുങ്ങിക്കഴിഞ്ഞു. മുന്നണികളൊക്കെ തന്നെ പ്രചാരണ ചൂടിലുമാണ്. വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്ത് വരുന്നത്. CPM-ന് ആലപ്പുഴയിലെ ഏക സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള വിലയിരുത്തലുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെ 6 ജില്ലകളിൽ ത്രികോണ മത്സരം ഉണ്ടാകും എന്ന റിപ്പോർട്ട് കൂടെ പുറത്ത് വരുന്നുണ്ട്. ഈ വാർത്തയുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഗുഡ് മോർണിംഗ്. എന്തായാലും BJP സ്ഥാനാർത്ഥി പട്ടിക കൂടെ പൂർത്തിയായതോടെ സംസ്ഥാനത്ത് കളം നിറഞ്ഞു. പ്രചരണം കൊഴുക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് വയനാടാണ് കേന്ദ്രീകരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ ആദ്യം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രാഹുലിനെതിരെ ശക്തമായ ഒരു പോരാളി തന്നെ വേണം എന്ന് BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് K സുരേന്ദ്രനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ പോകുന്നതും. അപ്പോൾ കൂടുതൽ പ്രചാരണം കൊഴുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. മുന്നണികളൊക്കെ തന്നെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഒപ്പം വലിയൊരു മാറ്റത്തിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെ പറയുന്നതാണ് ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി കൂടിയായ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക BJP സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിൽ ഇനി ശക്തമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് കടക്കുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ന് വേണ്ടി അല്ലെങ്കിൽ വലത് മുന്നണിക്ക് വേണ്ടി വയനാട്ടിൽ നിൽക്കുന്നത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് രാഹുലിനെ നിർത്തിയിട്ടുള്ളത്. രാഹുലിനെതിരെ ഒരു ശക്തമായൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് BJP തിരഞ്ഞെടുത്തിരിക്കുന്നത്. K സുരേന്ദ്രന്റെ വയനാട്ടിലെ വരവോടുകൂടി മത്സരം കുറച്ചുകൂടി ശക്തമാകാൻ സാധ്യത. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഇലക്ഷന് ഒരു പ്രത്യേക മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജില്ലയിലെ ശക്തമായ അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമായ പ്രചരണ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രചരണ പരിപാടിയും കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടി സർവേ ഫലം എടുത്തുകൊണ്ടാണ് പുറത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് 2 കേന്ദ്രമന്ത്രിമാരാണ് നിൽക്കുന്നത്. ആറ്റിങ്ങലും തിരുവനന്തപുരത്തും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. രണ്ടിടത്തും ശക്തമായൊരു ത്രികോണ മത്സരം തന്നെയാണ് മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു ചെറിയ മുൻതൂക്കമുള്ളത് പറയാൻ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയമാണ് നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു പ്രഡിക്ഷനൊക്കെ വന്നിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖരൻ ഒരു പടിയെങ്കിലും മുന്നിൽ നിൽക്കും. രാജീവ് ചന്ദ്രശേഖരൻ ഒരു വിജയ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 6 മണ്ഡലങ്ങളിൽ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോരാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിൽ നിലവിലെ LDF സീറ്റ് നഷ്ടമാകും എന്നും അതുപോലെ തന്നെ നിലവിലെ CPM-ന്റെ സീറ്റ് നഷ്ടമാകുമെന്നും ഒരു പ്രവചനമുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ പരമ്പരാഗത വോട്ടുകൾ BJP-ക്ക് അധികമായി ലഭിക്കും എന്നൊരു വിലയിരുത്തലുണ്ട്. സംസ്ഥാനത്ത് 6 മണ്ഡലങ്ങളിൽ ശക്തമായൊരു ത്രികോണ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡും വയനാടും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ തൃശ്ശൂരും അതുപോലെ ആലപ്പുഴയും തിരുവനന്തപുരം ആറ്റിങ്ങൽ ഈ മണ്ഡലങ്ങളിലാണ് ഒരു ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിൽ ഒരുപക്ഷെ BJP-ക്ക് അനുകൂലമായ കാറ്റ് വീശിയേക്കും. അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് തൃശ്ശൂരും നടന്നിട്ടുള്ളത്. നരേന്ദ്രമോദി ഏതാണ്ട് 2 തവണയാണ് തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ച് എത്തിയിട്ടുള്ളത്. ഇതും ഒരു ഫലം ചെയ്യും. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തൃശ്ശൂർ ഒരു അനുകൂല കാറ്റാണ് വീശാൻ സാധ്യതയുള്ളതെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വടകരയിലും കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം കോഴിക്കോടും കാസർഗോഡും BJP അധിക വോട്ടുകൾ നേടുമെന്നും ഒരു വിലയിരുത്തലുണ്ട്. എന്തായാലും വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് ഇല്ലാതെ പോകുമെന്ന് തന്നെയാണ് അത്തരത്തിലുള്ളൊരു സർവേ റിപ്പോർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ശക്തമായൊരു മത്സരത്തിൽ BJP അനുകൂലമായിട്ടൊരു തരംഗം കേരളത്തിൽ ഉണ്ടായേക്കും അല്ലെങ്കിൽ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പുകളും തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. രജനി. യെസ്, തീർച്ചയായിട്ടും ആലപ്പുഴ പോലുള്ള ഒരു ശക്തമായ ഒരു മണ്ഡലത്തിൽ CPM-ന്റെ കോട്ട എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തെ തന്നെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നതെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ആ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം അത്തരത്തിലുള്ള ശക്തമായ പ്രചരണം തന്നെയാണ് BJP സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പല മത്സരങ്ങളിൽ വിജയിച്ച് ഒപ്പം ശക്തമായ വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്
ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ CPM-ന്റെ കോട്ട തകരും എന്ന് പറയുന്ന ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. മറ്റൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് BJP നിർത്തിയിരിക്കുന്നത്. അപ്പം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂടുതൽ NDA ആണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. കേരളത്തിൽ മാത്രം 5 സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള പ്രദേശമാണ്. അതോടൊപ്പം തന്നെ പിന്നെ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനമായി നടന്ന തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,00,000-ലധികം വോട്ടുകളും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പ്രവൃത്തി മണ്ഡലം ഏത് മണ്ഡലത്തിൽ നിൽക്കുകയാണെങ്കിലും അവരുടെ പ്രവൃത്തി മണ്ഡലവും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ഇടപഴകലുമാണ് ഇത്തരത്തിലുള്ള വലിയ ജനകീയ ഭൂരിപക്ഷം ലഭിക്കാൻ കാരണമായിട്ടുള്ളത് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ആലത്തൂരിലെയും അതുപോലെ തന്നെ പാലക്കാടെയും സ്ഥാനാർത്ഥികളും ശക്തമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരുപക്ഷെ അതിക്രമങ്ങൾ ഏർക്കേണ്ടി വന്ന സരസ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളൊക്കെയാണ് BJPയെ സംബന്ധിച്ചോളം ഇത്തവണ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ഇറക്കുന്നത് വേണം പറയാൻ. ആ ഒരു സാഹചര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചൂട് പിടിച്ച തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. 6 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അത്തരം സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാടുന്ന സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ഈ ജയത്തിനപ്പുറം ഒരു ഇടത് UDF കോട്ടകളിലെ അധിക വോട്ടുകൾ കൂടി BJP പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാസർഗോഡും കോഴിക്കോടും കുറച്ചധികം അല്ലെങ്കിൽ ഒരുപക്ഷെ BJP പാളയത്തിലേക്ക് അധികം വോട്ടുകൾ കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു വിലയിരുത്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കായാലും വടക്കായാലും ഒരു ശക്തമായൊരു പോരാട്ടം അല്ലെങ്കിൽ ശക്തമായൊരു ത്രികോണ മത്സരത്തിലെ ഒരുപക്ഷെ ഇടത് വലത് കോട്ടകൾ ചവിട്ടി മെതിച്ചുകൊണ്ട് BJPക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖരനും മുരളീധരനൊക്കെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വി മുരളീധരനൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി അദ്ദേഹം തീരമേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരുപക്ഷെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ടോ ഈ ഘട്ടത്തിൽ. ഒരുപക്ഷെ കഴിഞ്ഞ 15 വർഷമായി UDF MP ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കാതെ പോയ പരിഗണനകൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അദ്ദേഹത്തിന് നേടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. തീരദേശത്തെ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അദ്ദേഹം പരിഹാരം കണ്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കോസ്റ്റൽ ഇറോഷൻ അതായത് തീരശോഷണവും അതോടൊപ്പം തന്നെ പാർപ്പിടം, ശുദ്ധജലം തുടങ്ങിയ പ്രശ്നങ്ങളിലൊക്കെ ഒരു അരക്ഷിതാവസ്ഥ നിലനിന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഇടപെട്ട ഒരു മാസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നൊരു നയത്തിലോട്ട് വരുമ്പോൾ തന്നെ ആളുകളത് ജനകീയമായി അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുക, സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക, ഈ ഒരു രീതിയൊക്കെ തന്നെ ആയിരിക്കണം ഈ മേഖലയിൽ വൻ ജനകീയ അല്ലെങ്കിൽ ജനസ്വീകാര്യത ലഭിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം നല്ലൊരു സ്ഥാനം ഒരു ചുരുങ്ങിയ ഒരുപക്ഷെ 15 വർഷം കൊണ്ട് വിശ്വപൗരൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തൊരു സ്ഥാനം രാജീവ് ചന്ദ്രശേഖരന് ഈ 3 മാസം കൊണ്ട് തീരദേശ മേഖലയിലും തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരത്തെ യുവാക്കൾക്കിടയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഒരു ടെക്നിക്കൽ മേഖലയിലൊക്കെ അല്ലെങ്കിൽ സാങ്കേതിക മേഖലയിലൊക്കെ ആഴത്തിലുള്ള അറിവും പരിചയമുള്ള ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, അത്തരത്തിലൊരു വ്യക്തിത്വത്തെ യുവാക്കളും ഏറ്റെടുക്കുന്നതിൽ
അത്ഭുതം കൂറാനൊന്നുമില്ല. അപ്പോൾ രണ്ട് വിഭാഗക്കാർ, ഒരു സമൂഹത്തിന്റെ വിവിധ തട്ടിൽ നിൽക്കുന്ന ആളുകളെ ഒരേ നേർരേഖയിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് തന്നെയായിരിക്കണം അത്തരത്തിലൊരു അദ്ദേഹത്തിനൊരു വിജയ സാധ്യത മുന്നിൽ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലും വി മുരളീധരൻ വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ വോട്ടുകൾ കുറവാണെങ്കിലും പക്ഷേ യുവാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങൾക്കിടയിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ മണ്ഡലത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ്. കാസർഗോഡ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സപ്തഭാഷകൾ പറയുന്ന ഒരു സ്ഥാനാർത്ഥി, അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിക്ക് എല്ലാ വിഭാഗക്കാരെയും ചേർത്ത് നിർത്താനും എല്ലാ വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ മേൽക്കൈ അല്ലെങ്കിൽ മേൽക്കോയ്മ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ ആവേശപരമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. വളരെ ശക്തിയായിട്ടുള്ള ത്രികോണ മത്സരങ്ങളാണ് പോകുന്നത്. മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും BJP ഒരു അംഗം അല്ലെങ്കിൽ രണ്ടംഗം, പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ രണ്ടക്കം കുറിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന് തന്നെയാണ്. ആലപ്പുഴയിലെ CPMന്റെ കോട്ട കൂടെ തകരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ പൂർണ്ണമാവുക തന്നെ ചെയ്യും. കാരണം വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ BJP പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ പറയാം.